അവറാച്ചൻ നാളെ അവസാന അവധി പറഞ്ഞിരിക്കുന്നു. രാവിലെ തന്നെ കയറി വരും. അയാൾ വരുമ്പോൾ ഞാൻ അയാളോട് എന്തു പറയണം? എന്തു പറയാ? ലോൺ കിട്ടിയിട്ട് തരാന്ന് പറയണം, അത്ര തന്നെ. തനിക്കറിയില്ലേ അയാളുടെ സ്വഭാവം? അയാൾ ഒന്നും സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. ഈ വീടിലും പറമ്പിലുമാണ് അയാളുടെ നോട്ടം. ഇങ്ങനെ വിഷമിക്കാതെ ഏതായാലും നാളെ രാവിലെ ബാങ്കിലേക്ക് ചെല്ല്. രാവിലെ ബാങ്ക് മാനേജറെ കണ്ട് ലോൺ റെഡിയാക്കാൻ നോക്ക്. വാ, വന്നു വല്ലതും കഴിച്ചിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങ. ആ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ രാജീവ് സാറേ, ഞാൻ രാവിലെ ബാങ്കിലേക്ക് വരികയായിരുന്നു. സാർ ഇന്നലെ പറഞ്ഞില്ലേ ലോൺ എന്നത്തേക്ക് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവറാച്ചനോട് അവധി നീട്ടി ചോദിക്കാമായിരുന്നു. അത് പിന്നെ ചേട്ടാ, ചേട്ടന് ലോൺ തരുന്ന കാര്യം നടക്കത്തില്ല. ചേട്ടാ വേറെ ഏതെങ്കിലും വഴി നോക്കുന്നേ നല്ലത്. അല്ല സാറേ, ഇന്നലെ പറഞ്ഞ് ബാങ്കിലേക്ക് വന്നു, ലോൺ തരാമെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ മാത്രം വിചാരിച്ച നടക്കുമോ? എനിക്കും മേലെ വേറെ ഓഫീസർമാരുടെ ചേട്ടാ അതൊക്കെ തീരുമാനിക്കാൻ. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഇത് വലിയ ചതിയായി പോയല്ലോ. ചേട്ടൻ അങ്ങനെ തിരിച്ചടയ്ക്കും? അടയ്ക്കാം സാറേ. എന്ത് കരുതി ബാങ്ക് ലോൺ തരും സാറേ എന്നാണ് അവര് ചോദിക്കുന്നത്. അങ്ങനെ പറയല്ലേ. എനിക്കൊരു പരിധിയില്ലേ ചേട്ടന് വേണ്ടി പറയാൻ. ഏതായാലും ചേട്ടൻ വേറൊരു വഴി നോക്ക്. എടാ ബാഷി, എപ്പോഴാണ് നീ എൻ്റെ പരീക്ഷ തരിക? അവറച്ച, ഞാൻ ലോണിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ശരിയായില്ല. കുറച്ച് അവകാശം കൂടെ എനിക്ക് സാറിനെ. എന്നാ പറഞ്ഞിട്ടാടാ നീ പൈസ വാങ്ങിച്ചത്? അവറച്ച, പൈസ എന്നെ വാങ്ങിച്ചപ്പോൾ എപ്പോഴാടാ പറഞ്ഞത്? ഞാൻ തരും. എന്നിട്ട് ഇത്ര നാളായിട്ടും മുതലുമില്ല പലിശയില്ല. തരാച്ചായ. കാര്യം ചോദിക്കുമ്പോൾ ഞഞ്ഞാ മുഞ്ഞാ വർത്താനം പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകുന്നേരത്തിനകം പലിശ കിട്ടണം, അല്ലെങ്കിൽ നിന്റെ മുതലെല്ലാം അങ്ങ് എന്നേക്കുമായി മറന്നേക്കാം. മനസ്സിലായോ? അവറച്ച ഒരവധി. അവറച്ച ഒരവധി.